ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. നമ്മൾ വളരെ ചെറിയ മൈക്രോ ക്യാപ് കോയിൻസ് മേടിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈവൻ നിങ്ങളുടെ ഒരു $30 $50 ബൈ തന്നെ ടോക്കണിൻ്റെ പ്രൈസ് ചിലപ്പോൾ വളരെ കൂട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു $1000 വിൽക്കുമ്പോഴേക്കും പ്രൈസ് നേരെ ഇടിയും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ബിറ്റ് കോയിനിൽ 10,000-കണക്കിന് ഡോളേഴ്സ് മേടിച്ചാലും അതിൻ്റെ പ്രൈസ് അധികം മൂവ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രതിഭാസമാണ് ലിക്വിഡിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ് ലിക്വിഡിറ്റി? എന്താണ് ലിക്വിഡിറ്റിക്ക് ഒരു ടോക്കണിൻ്റെ പ്രൈസിലുള്ള ഇമ്പാക്റ്റ്? ഒരു ടോക്കണിൻ്റെ ലിക്വിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ബേസിക്കലി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു ടോക്കൺ അതിൻ്റെ പ്രൈസ് ഇമ്പാക്റ്റ് ഇല്ലാതെ എത്ര എളുപ്പത്തിൽ മേടിക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഇത്രയും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് നമുക്കൊരു റിയൽ വേൾഡ് യൂസ് കേസ് എടുക്കാം. ലെറ്റ് സേ നമുക്ക് നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു മാരുതി കാർ മേടിക്കണം എന്നിരിക്കട്ടെ. നമുക്ക് മാർക്കറ്റിൽ പോയി 1-2 മാരുതി കാർ മേടിക്കാം. പക്ഷേ അതിൻ്റെ കാറിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് മാറില്ല. എന്നാൽ മറ്റേ സമയം നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റോൾസ് റോയ്സ് ലിമിറ്റഡ് എഡിഷൻ മേടിക്കണമെന്നിരിക്കട്ടെ. മാർക്കറ്റിൽ, അതായത് ലോകത്താകെ 2 കാറ് അങ്ങനെയുള്ളെങ്കിൽ ഒന്ന് പോയതും മറ്റേതിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുകയും പ്രൈസ് നേരെ ഡബിൾ ആവുകയോ ത്രിബിൾ ആവുകയോ ചെയ്യും. ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഇഷ്ടംപോലെ സപ്ലൈ, ഇഷ്ടംപോലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് വെൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. അതേസമയം വളരെ സ്കെയേഴ്സാണ്, 2-3 പീസുകൾ പോകുമ്പോഴേക്കും നെക്സ്റ്റ് പീസിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, പ്രൈസ് നേരെ കൂടിയെങ്കിൽ അത് ഇല്ലിക്വിഡ് അസറ്റ് ആണെന്ന് പറയും. ഇനി ക്രിപ്റ്റോയിൽ വരുമ്പോൾ ബിറ്റ് കോയിൻ ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്. അതായത് ഈവൻ ഒരു $10,000 $100,000 ബൈ വന്നാൽ പോലും BTCയുടെ പ്രൈസ് കാര്യമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. എന്നാൽ നമ്മൾ പറയുന്ന 100x കോയിൻസ്, അതായത് റിസ്കി കോയിൻസ്, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കൊടുക്കുന്ന കോയിൻസ് ഒക്കെ ഈവൻ ഒരു $100 ബൈ വന്നാൽ തന്നെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതിന് കാരണം അതിൻ്റെ ലിക്വിഡിറ്റി ഭയങ്കര കുറവാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടോക്കണിന് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഡെക്സ് സ്ക്രീനറോ ഡെക്സ് ടൂൾസോ പോലുള്ള ടൂൾസ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിളിന് നമുക്ക് ഹൈപ്പർസ്വാപ്പ് എന്നുള്ള ടോക്കണിൻ്റെ ലിക്വിഡിറ്റി എത്രയാണെന്ന് നോക്കാം. ഡെക്സ് സ്ക്രീനറിൽ വന്നിട്ട് ആ ടോക്കണിൻ്റെ പേജ് തുറക്കുക. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എന്നുള്ള ഒരു പോർഷനിൽ ഏകദേശം 143K എന്ന് കാണാം. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 140K USD വർത്ത് ഓഫ് ടോക്കൺസ് ആണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു വെൽത്തി ആയിട്ടുള്ളൊരു വെയിൽ വന്നിട്ട് 150K ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊത്തം ടോക്കൺസും പുള്ളിക്ക് മേടിക്കാം. അപ്പോൾ ഇത്രയും ചെറിയ ഒരു മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? ഒരു $1,000-$2,000 ഇറക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ പ്രൈസ് കയറും. ഇതുകൊണ്ടാണ് ചെറിയ ലിക്വിഡിറ്റി ഉള്ള പ്രൊജക്റ്റുകളിൽ നമുക്ക് വലിയ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കപ്പ് വെള്ളമുള്ളെന്നിരിക്കട്ടെ. നമ്മൾ അതിൽ ഒരു പന്ത് കൊണ്ടുവന്നിട്ടാൽ പെട്ടെന്ന് വെള്ളം സ്പ്ലാഷ് ആവുകയും വെള്ളത്തിൻ്റെ ലെവൽ പൊന്തുകയും ചെയ്യും. എന്നാൽ വലിയൊരു ബക്കറ്റിൽ നമ്മൾ ഇതേ പന്ത് കൊണ്ടുവന്നിട്ടാൽ അതിലെ വെള്ളത്തിൻ്റെ ലെവൽ അധികം മാറില്ല. ഇത് തന്നെയാണ് ലിക്വിഡിറ്റിയും. ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിന് ലിക്വിഡിറ്റി ആഡ് ചെയ്യുക, ലിക്വിഡിറ്റി ആഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. പുതിയതായിട്ട് നമ്മളൊരു ടോക്കൺ മിൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ലെറ്റ് സേ അതിൻ്റെ സപ്ലൈ 1000 ടോക്കൺസ് ആണ്. ഓക്കെ, ഇത് എങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരാളുടെ നിന്ന് മേടിക്കും? തുടക്കത്തിൽ ഒരു ടോക്കൺ മിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സപ്ലൈയും ആ ടോക്കൺ മിൻറ്റ് ചെയ്ത ആളുടെ അടുത്തായിരിക്കും. എങ്ങനെ ആ ടോക്കൺ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൈമാറും? അല്ലെങ്കിൽ ആൾക്കാർക്ക് വിൽക്കാനും മേടിക്കാനുമുള്ള ഒരു കോമൺ മാർക്കറ്റ് പ്ലേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അതുണ്ടെങ്കിൽ മാത്രമേ ടോക്കൺ സ്മൂത്തായിട്ട് വിൽക്കാനും വാങ്ങാനും പറ്റുകയുള്ളൂ. ആ മാർക്കറ്റ് പ്ലേസ് ആണ് നമ്മൾ ഡെക്സ് എന്ന് പറയുന്നത്, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് ടോക്കൺ ഉണ്ടാക്കുന്ന ആൾ ആദ്യം ഡെക്സിൽ പോയിട്ട് പുതിയതായിട്ട് മിൻറ്റ് ചെയ്ത ടോക്കണും അതിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അതിന് തുല്യമായിട്ടുള്ള USDTയും കൂടി പെയർ ചെയ്തിട്ട് ഒരു പൂൾ ഉണ്ടാക്കും. ആ പൂളിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിന് 10 ABC ടോക്കണും $10 കൂടിയാണ് അയാൾ പൂൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കോയിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1 USDT ആയിരിക്കും. ആ പൂളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു ടോക്കൺ മേടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ പൂളിൽ 9 ABC ടോക്കണും 11 USDT ഉണ്ടാവും. അപ്പോൾ തന്നെ ടോക്കണിൻ്റെ വില കൂടി. രണ്ടാമത് വരുന്ന ആൾ കുറച്ചും കൂടി പ്രൈസ് കൊടുക്കണം. മൂന്നാമതൊരാൾ ഒരു ടോക്കണും കൂടി മേടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പൂളിൽ 8 ടോക്കണും 12 USDT ഉണ്ടാവും.
ഇങ്ങനെയാണ് പൂളിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം കഴിയുമ്പോഴേക്കും 6 ടോക്കൺ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പൂളിൽ 4 ടോക്കൺ ഉണ്ടാവുള്ളൂ. അതേസമയം 16 USDT ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ടോക്കണിൻ്റെ വില മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആദ്യത്തെ ആൾക്ക് തോന്നുക, ഓ എൻ്റെ ടോക്കൺ നല്ല ലാഭമായല്ലോ, എന്നാൽ നമുക്ക് വിൽക്കാൻ തീരുമാനിക്കും. അപ്പോൾ ആദ്യത്തെ ആൾ വന്നിട്ട് ഈ പൂളിലേക്ക് ആദ്യം മേടിച്ച ടോക്കൺ ഇടും. അപ്പോൾ പൂളിൽ ABC ടോക്കണിൻ്റെ നമ്പർ വീണ്ടും കൂടും. 4 എന്നുള്ളത് 5 ആകും, USDT കുറയും. അങ്ങനെ ഈ ലിക്വിഡിറ്റി പൂളിൽ ടോക്കണിൻ്റെ സപ്ലൈ കൂടിയും കുറഞ്ഞും ഇരിക്കും. അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസും വേരിയേഷൻ വരും. ഇങ്ങനെയാണ് ഒരു ലിക്വിഡിറ്റി പൂൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ലിക്വിഡിറ്റി പൂളിൽ, അതായത് ഡെക്സിൽ ലോഞ്ച് ചെയ്യുന്ന കോയിനുകളുടെ ഒരു റിസ്ക് പറയാം. ഞാൻ ആദ്യം പറഞ്ഞു ടോക്കൺ മിൻറ്റ് ചെയ്ത ആളാണ് ഈ ഡെക്സിൻ്റെ ലിക്വിഡിറ്റി പൂളിൽ ആദ്യം കൊണ്ടുവന്ന് ലിക്വിഡിറ്റി ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ പൂള് ക്യാൻസൽ ചെയ്ത് ആ ഫുൾ ഫണ്ട് എടുത്തിട്ട് പോകാനുള്ള പവറും അയാൾക്ക് തന്നെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ റഗ് എന്ന് പറയുക. തുടക്കത്തിൽ ഒരാൾ ടോക്കൺ മിൻറ്റ് ചെയ്ത് ലിക്വിഡിറ്റി പൂളിൽ കൊണ്ടുവന്ന് വെക്കുന്നു, ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നു, കുറച്ച് ഫണ്ട് കിട്ടുമ്പോൾ പുള്ളി ആ ഫണ്ട് മൊത്തം എടുത്തിട്ട് വീട്ടിൽ പോകുന്നു. ഇതിനെ റഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയതായിട്ട് ഇറങ്ങുന്ന മൈക്രോ ക്യാപ്പ് കോയിനുകൾ ഡെക്സിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റി ലോക്ക്ഡ് ആണോ, എത്ര നാളത്തേക്ക് ലോക്ക്ഡ് ആണ്, ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ നിങ്ങൾ മേടിച്ച ശേഷം പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ലിക്വിഡിറ്റി പൂളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി പൂൾ എന്താണെന്നും എങ്ങനെയാണ് ലിക്വിഡിറ്റി പൂള് ടോക്കൻ്റെ പ്രൈസിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നും ഒരു ഡെക്സിൽ ഒരു പുതിയ കോയിൻ മേടിക്കുമ്പോൾ ലിക്വിഡിറ്റി പൂൾ ലോക്ക്ഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.